നിറവിലേക്ക് സ്വാഗതം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറയ്ക്കപ്പെട്ടതും കീർത്തിയറ്റതുമായ ജീവിതം വലിയ സുരക്ഷിതത്വം നൽകും. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ വാക്കുകളാണിത്. ഈ ചെറിയ വാക്കുകൾ നൽകുന്ന സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യ ഗാനം കേൾക്കാം. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്നതൽ പൂങ്കാവനമേ മൃതമേറ്റവൻ നടിയാട്ടി നീ, കൃപയാർന്നതൽ പൂങ്കാവനമേ മൃതമേറ്റവൻ നടിയാട്ടി നീ, നൃപനേശുവിൻ പ്രിയനായി ഞാൻ ഇനി മാറുവാൻ തുണയേകണേ. മിഴി പൂട്ടി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ, മിഴി പൂട്ടി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തളിരിട്ട സ്വർഗീയ കൃപ നീ. വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലെ ഉഷതാരമേ, വിൺമന്നതൻ പൊൻപാത്രമേ കൺമുന്നിലെ ഉഷതാരമേ, കർത്താവിന് പ്രിയദാസിനി ഈ ദാസന് പ്രിയമാദനീ, കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ അമ്മേ തേൻ ചോരും സ്വർഗീയ കനി നീ, കൈകൂപ്പി നിൽപ്പൂ നിൻ
ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തോട്ട്സ് ഫോർ ലൈഫിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബ്രദർ ശശി ഇമ്മാനുവലാണ്. കേൾക്കാം. പ്രിയമുള്ളവരെ, ജോൺ ലെനൻ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഒരു അനുഭവം പങ്കുവച്ചത് വളരെ മനോഹരമാണ്. അദ്ദേഹം പറയുകയാണ്, കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ എനിക്ക് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ നിരന്തരം പറയുമായിരുന്നു, ജോൺ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്, കീ ടു ലൈഫ് ഈസ് ഹാപ്പിനെസ്, സന്തോഷമാണ്. എന്നിട്ട് ജോൺ വിദ്യാലയത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഒരിക്കൽ അവൻ്റെ കലാലയം അല്ലെങ്കിൽ അവൻ്റെ സ്കൂൾ അവനൊരു അസൈൻമെൻറ്റ് കൊടുക്കുന്നു. ജീവിതത്തിൽ വലുതാകുമ്പോൾ നിനക്ക് ആരായിത്തീരണം. അതിന് ജോൺ കൊടുത്ത മറുപടി ഐ വോണ്ട് ടു ബി ഹാപ്പി എന്നാണ്. എനിക്ക് വലുതാകുമ്പോൾ സന്തോഷമുള്ള ഒരാളാവണം. ഉടനെ അതിന് അധ്യാപകൻ തിരിച്ച് ജോണിനോട് പറഞ്ഞു, ജോൺ, നിനക്ക് അസൈൻമെൻറ്റ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. തനിക്ക് അസൈൻമെൻറ്റ് മനസ്സിലായില്ല എന്ന് പരാതിപ്പെട്ട ആ വിദ്യാലയത്തോട് അല്ലെങ്കിൽ ആ അധ്യാപന രീതിയോട് ഈ കുഞ്ഞ് കലഹിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ജീവിതം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിനക്ക് അസൈൻമെൻറ്റ് മനസ്സിലായില്ല എന്ന് പറയുന്ന അധ്യാപകനോട്, സർ, യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ലൈഫ് എന്ന് ജോൺ ലെനൻ മറുപടി പറഞ്ഞത്രേ. എന്തായാലും മനോഹരമായി ചിന്തയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്ന ചില വിചാരങ്ങളുണ്ട്. ജീവിതത്തിൽ ആരായിത്തീരണം. ഇന്ന് പലതിൻ്റെയും പിറകെ ആരൊക്കെയോ ആകാൻ ഓടി നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ. എന്നിട്ടും ഈ ഓട്ടങ്ങൾക്കൊക്കെ ഒടുവിൽ സന്തോഷം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് തിരുവചനം പറയുന്ന സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും വരുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ, ജീവിതത്തിൻ്റെ നല്ല സമയത്ത് നിന്റെ ദൈവത്തെ അറിയുക. അപ്പോൾ ജീവിതത്തിൽ ആ കുഞ്ഞിനോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം സന്തോഷവാനാവുക ഏത് സാഹചര്യത്തിലും. അതുകൊണ്ട് തന്നെ ആരായിത്തീരണം എന്ന ചോദ്യത്തിന് തനിക്ക് സന്തോഷവാനായിരിക്കണമെന്ന് അവൻ മറുപടി പറയുകയും, എന്നാൽ ജീവിതത്തിൽ സന്തോഷത്തിനുമൊക്കെ അപ്പുറത്ത് ഡോക്ടറാകണോ, എൻജിനീയർ ആകണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ അല്ലെങ്കിൽ തൊഴിൽപരമായ മേഖലയിൽ എത്തണോ എന്ന് അവൻ്റെ മുമ്പിൽ ചില സംശയങ്ങൾ ഉയർത്തുകയാണ് അവൻ്റെ വിദ്യാലയം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഇന്ന് അസംതൃപ്തിയും സങ്കടങ്ങളും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ. പലതും നേടിക്കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമുക്കിന്ന് സന്തോഷമില്ലാതെ പോയത്? അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഗ്രന്ഥം ചോദിക്കുന്ന, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കാലത്ത് വേഗത്തിൽ വളരുന്ന രോഗങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത് ഡിപ്രഷനാണത്രേ, വിഷാദ രോഗം. അപ്പോൾ വല്ലാതെ വിഷാദം പരക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ കുടുംബങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മെത്രാൻ ഇങ്ങനെ ആ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുന്നത് കേൾക്കാനിടയായി, നിങ്ങളുടെ പൊട്ടിച്ചിരി കേൾക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോ നിങ്ങളുടെ ഭവനത്തിൽ കാതോർക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പം ഇന്ന് പൊട്ടിച്ചിരിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സംസ്കാരം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. അദ്ദേഹം പറയുന്നുണ്ട്, ആനന്ദമില്ലാത്തൊരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനിയേ അല്ല, അവൻ രോഗിയാണ്. അത്രയും വിപ്ലവാത്മകമായിട്ട് ഒരു പ്രഭാത ബലിക്കിടയിൽ മാർപ്പാപ്പ പറയുന്നു, ആനന്ദമില്ലാത്തവൻ ഒരു ക്രിസ്ത്യാനിയല്ല, അവനൊരു ക്രിസ്ത്യാനി ആയിരിക്കുക സാധ്യമല്ല. എവിടെയോ വായിച്ചിട്ടുണ്ട്, എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ഈസ് എ പവർഫുൾ ക്രിസ്ത്യൻ. ആനന്ദമുള്ള
ക്രിസ്ത്യാനി, ആനന്ദമുള്ള വിശ്വാസി ശക്തിയുള്ളവനാണ്. അതിനെ നമുക്ക് ഇനിയും മാറ്റാം. എ ജോയ്ഫുൾ മദർ ഈസ് എ പവർഫുൾ മദർ. ആനന്ദമുള്ള ഒരമ്മ ശക്തിയുള്ളൊരമ്മയാണ്. അവർക്ക് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടൊന്നുമല്ല, സങ്കടങ്ങളും സഹനങ്ങളും വ്യാകുല മുറിവുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവർ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ മറക്കാത്ത ഒരു വ്യക്തിയാണ്. ലോകപ്രശസ്തയായ മെർലിൻ മൺറോ ഒരു സ്ത്രീക്ക് നേടാവുന്ന ഉയരങ്ങളൊക്കെ അവർ കീഴടക്കി. വശ്യമായ സൗന്ദര്യം, അനേക കാമുകന്മാർ, പ്രശസ്തി, പണം, എല്ലാറ്റിൻ്റെയും നടുവിൽ നിന്ന് 33-ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തു. അവരുടെ ആത്മഹത്യയുടെ കാരണം അവരിങ്ങനെ എഴുതി വെച്ചത്രേ: ഞാൻ ഏകാന്തതയാൽ ഞെരുക്കപ്പെടുന്നു, ഞാൻ ഏകാന്തതയാൽ ഞെരുക്കപ്പെടുന്നു. ഇത്രയധികം സമ്പത്തും സൗന്ദര്യവും സൗഹൃദങ്ങളും കൈമുതലായിട്ടും തൻ്റെ ഏകാന്തതയ്ക്ക്, തൻ്റെ ഉള്ളിലെ ആ ശൂന്യതയ്ക്ക് അതൊന്നും പകരമാവുന്നില്ല എന്ന് സങ്കടത്തോടെ അവർ തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞൊരു വാക്ക്: ഫോർ യു ഹാവ് മെയ്ഡ് us for yourself, our heart is restless until it rest in you. നീ എന്നെ നിനക്ക് വേണ്ടിയാണ് ദൈവമേ സൃഷ്ടിച്ചത്, നിന്നിലെത്തുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇന്ന് നമ്മുടെ കാലത്ത് അനേകരുടെ ശൂന്യത, കാൾ യുങ്ങാണ് പറഞ്ഞത്, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ശൂന്യതയാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ ശൂന്യതയ്ക്ക് പകരം വയ്ക്കാൻ, ഈ അടുത്ത നാളുകളിൽ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു യുവാവ് ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ പിടിച്ച് അതിങ്ങനെ മനോഹരമായിട്ട് തലോടുന്ന ഒരു ദൃശ്യം, ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു അമ്മ ലാളിക്കുന്നത് പോലെ തൻ്റെ ഗാഡ്ജറ്റിനെ അവൻ തലോടുകയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഒരു മനുഷ്യൻ്റെ സങ്കടത്തിനും ശൂന്യതയ്ക്കും വേദനയുടെ നിമിഷങ്ങളിലൊന്നും ഒരു ഗാഡ്ജറ്റും അവന് കൂട്ടിനെത്തുന്നില്ല. ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു മനുഷ്യനെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ജോൺ ലെനൻ്റെ ആ വാക്കുകളിലേക്ക് വരാം. വെൻ ഐ വാസ് 5 years old, എൻ്റെ അമ്മ പറയുമായിരുന്നു, ഓൾവേസ് യൂസ് ടു അവർ ടെൽ മീ, ജീവിതത്തിൻ്റെ കീ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. ഇനി ജോൺ ലെനൻ ആ ഹാപ്പിനെസ് കണ്ടെത്തിയോ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലതിൻ്റെ പിറകെയും ഈ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം അലഞ്ഞ് നടന്നെങ്കിലും അത് പല രീതിയിൽ അദ്ദേഹത്തിന് അത് കണ്ടെത്താനായി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ഒരു നല്ല സമയത്ത് ഭ്രാന്തമായ ആരാധന മൂത്ത ഒരാൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. അതിനിടയിൽ അദ്ദേഹം പല ഗേൾഫ്രണ്ടും ഒക്കെ മാറി മാറി സ്വീകരിക്കുകയും പല മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്, വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ വാക്കിലൂടെ, ദൈവമാണ് ആനന്ദം. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ 15:11. എവിടെയാണ് സന്തോഷം? അത് കേവലം ഒരു ഗാഡ്ജറ്റിലോ വ്യക്തികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ്സിലോ ധനത്തിലോ സൗന്ദര്യത്തിലോ ഒന്നും മനുഷ്യൻ കണ്ടെത്തിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്ന ഇടം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് അന്ധനായൊരു മനുഷ്യനെ കുറിച്ചൊരു കഥയുണ്ട്. അയാളിങ്ങനെ പ്രാർത്ഥിച്ച് ഒടുവിൽ ദൈവം അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷനാവുന്നു. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ദൈവം അയാളോട് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം? അയാളിങ്ങനെ പറയുന്നു, എനിക്ക് കാഴ്ച കിട്ടണം. ദൈവത്തിന് അത് വളരെ നിസ്സാരമായതുകൊണ്ടാവാം തമ്പുരാൻ അയാളുടെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുന്നു. കണ്ണ് തുറന്ന ആ മനുഷ്യൻ ഒരല്പ സമയത്തിനുള്ളിൽ തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ച് ഉറക്കെ കരയുന്നുണ്ട്, എന്നെ വീണ്ടും അന്ധനാക്കുക. അപ്പൊ ദൈവം ചോദിക്കുന്നു, കുഞ്ഞെ, നീ ഇതിനു വേണ്ടിയാണ് ഒരു ആയുഷ്കാലം മുഴുവൻ പ്രാർത്ഥിച്ചത്, കാഴ്ചയ്ക്ക് വേണ്ടി. ഇപ്പൊ കാഴ്ച കിട്ടിക്കഴിയുമ്പോൾ നീ വീണ്ടും അന്ധനാവാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? അയാൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങയെ കണ്ട കണ്ണുകൾ കൊണ്ട്
ഞാൻ ഇനി മറ്റൊന്നും കാണാതിരിക്കട്ടെ. അങ്ങയെ കണ്ട കണ്ണുകൾ കൊണ്ട് ഞാൻ ഇനി മറ്റൊന്നും കാണാതിരിക്കട്ടെ. വിശുദ്ധ പാദ്രേ പിയോ പറയുകയാണ്, ഈ ലോകത്തിലെ സകല സുഖങ്ങൾ അനുഭവിച്ച് 1000 വർഷം ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ജോൺ ലെനൻ കണ്ടെത്താതെ പോയ ഹാപ്പിനെസ് ഇതാ വിശുദ്ധനായ പാദ്രേ പിയോയും അഗസ്തിനോസും കണ്ടെത്തുന്നു. ഊഴം നമ്മുടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതിൻ്റെയും പിറകെ നമ്മുടെ ശൂന്യതകൾക്കും നമ്മുടെ ഏകാന്തതയ്ക്കും ഒക്കെ പരിഹാരം തേടി അലയുകയാണ്. പക്ഷേ നമുക്ക് യഥാർത്ഥ ആനന്ദം പ്രദാനം ചെയ്യാൻ കഴിയുന്നത് നല്ലവനായ ദൈവത്തിന് മാത്രമാണ്. ഒരാളെ കൂടെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല, പരിശുദ്ധ കന്യക. നമ്മൾ ഈ മാതാവിനെയൊക്കെ വ്യാകുല മാതാവായും കുരിശിന് താഴെ നിൽക്കുന്ന അമ്മയായിട്ടൊക്കെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നൊരു മറിയത്തിൻ്റെ ചിത്രമുണ്ട്. ആ ചിത്രം എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്ന അമ്മയുടേതാണ്. മറിയം ഒരിക്കലും സങ്കടങ്ങളുടെ അമ്മയൊന്നും ആയിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പിറകിലെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയങ്ങളുണ്ട് എന്ന വ്യക്തതയുള്ളതുകൊണ്ട് മറിയം നിരന്തരം സ്തോത്രഗീതങ്ങൾ പാടുന്നൊരമ്മയായിരുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിനെ പോലെ സ്തോത്രഗീതങ്ങൾ പാടാൻ. അതുപോലെ പാദ്രേ പിയോ ഒക്കെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലെ സകല സുഖങ്ങളിലും മുഴുകി 1000 വർഷങ്ങൾ ജീവിച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ എന്തോ ഒരു പൂർണ്ണത ദൈവ സാന്നിധ്യത്തിന് മുമ്പിലുണ്ട്, ദിവ്യകാരുണ്യത്തിലുണ്ട്. ദൈവ ഭയത്തിന് ഒരു പ്രാർത്ഥനയ്ക്ക് നമുക്ക് തരാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റെവിടെയും അലയണ്ട, അത് ക്രിസ്തുവിലുണ്ട്. ആമേൻ. പോസിറ്റീവ് വൈബ്സുമായി നിശ്ചയിച്ച് ഇവിടെ റെഡിയാണ്. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയും നമുക്ക് കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. എത്രത്തോളം കാഴ്ചശക്തിയുള്ളവരാണ് നിങ്ങൾ? നല്ല കാഴ്ചശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതിനെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ സഹായിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ. এই ধারণা হাত নোংরা হবে। ഈ വീഡിയോയിൽ ആദ്യം കടന്നു വരുന്ന 2 വ്യക്തികളും അവസാനം കടന്നു വരുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാഴ്ചയുണ്ട് എന്ന് കരുതുന്ന ആദ്യത്തെ 2 പേർ യഥാർത്ഥത്തിൽ കാണേണ്ടത് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ കണ്ട കാഴ്ചകൾ കൊണ്ട് എന്താണ് പ്രയോജനമുണ്ടായത്? മുമ്പിൽ കണ്ട പ്രതിബന്ധത്തെ അത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും തൻ്റെ കൈകൾ വൃത്തികേടാകും എന്നുള്ള കാരണത്താൽ അവഗണിച്ച് കടന്നുപോയ ഒന്നാമനും, പ്രതിബന്ധം കണ്ടെങ്കിലും അതുമൂലം തട്ടി വീഴാൻ പോയെങ്കിലും അതിനെ ശപിച്ചു കടന്നുപോയ രണ്ടാമനും, കാഴ്ചയില്ലാതിരുന്നിട്ടും മുൻപിലെ പ്രതിബന്ധം നീക്കിക്കളയാനായി പരിശ്രമിച്ച അന്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ചിന്തിക്കുന്നു അത് കാഴ്ചയുടെയും ഉൾക്കാഴ്ചയുടെയും വ്യത്യാസമാണ്. കാഴ്ചയുണ്ട് എന്ന് കരുതുന്ന പലരിലും ഉൾക്കാഴ്ചയുടെ അഭാവമുണ്ട്. എന്നാൽ കാഴ്ചയില്ലാത്ത പലരിലും
ആഴമേറിയ ഉൾക്കാഴ്ചയുമുണ്ട്. കാഴ്ചകൾക്കപ്പുറത്തുള്ള കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ തെളിയണമെങ്കിൽ അതിന് ഉൾക്കാഴ്ച ആവശ്യമാണ്. മുൻപിൽ തട്ടിവീഴ്ത്തുന്ന ചില പ്രതിബന്ധങ്ങൾ തനിക്ക് പിന്നാലെ വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു പുറമേ കാഴ്ചയില്ല എന്ന് കരുതപ്പെട്ടിരുന്ന വ്യക്തി. അനുദിനം നമ്മൾ കാണുന്ന പല കാഴ്ചകളെയും കാണേണ്ട രീതിയിൽ നമ്മൾ കാണുന്നുണ്ടോ? കാഴ്ചകൾക്കപ്പുറത്തുള്ള ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിനായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിറവ് ഇവിടെ അവസാനിക്കുന്നു. സമാധാനവും അതിലേറെ സ്നേഹവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിവസം. തിങ്കളാഴ്ച വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 818881.